വേൾഡ് കപ്പ് തുടങ്ങുന്നതിന് മുന്നേ പോർച്ചുഗലിനെ പറ്റി ഞാനൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പോർച്ചുഗൽ വേൾഡ് കപ്പ് നേടാതിരിക്കാൻ പോർച്ചുഗലിന് മുന്നിലുള്ള ഏറ്റവും വലിയൊരു തടസ്സം അല്ലെങ്കിൽ കടമ്പ എന്ന് പറയുന്നത് അവരുടെ മാനേജറായിട്ടുള്ള റോബർട്ടോ മാർട്ടിനസ് ആണെന്ന്. അപ്പം റോബർട്ടോ മാർട്ടിനസ് മാത്രമല്ല, പുള്ളിയെ അപ്പോയിൻ്റ് ചെയ്ത് പോർച്ചുഗലിൻ്റെ കോച്ചാക്കി മാറ്റാനുള്ള മനസ്സ് കാണിച്ച ആ ഒരു പോർച്ചുഗൽ ഫുട്ബോൾ ഫെഡറേഷനും ഒരേപോലെ ഉത്തരവാദിയാണ് ഇന്ന് പോർച്ചുഗൽ ഈ ഒരു വേൾഡ് കപ്പിൽ നിന്ന് പുറത്ത് ആയ സ്ഥിതിക്ക്. നമ്മൾ ഈ ഒരു പോർച്ചുഗൽ ടീമിനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പോർച്ചുഗൽ ടീമിലെ ഓരോരോ പ്ലെയേഴ്സ്, ആ ഒരു പ്ലെയേഴ്സിൻ്റെ പ്രൊഫൈൽ റാഫേൽ ലിയാവോ, കോൺസിസാവോ, പെഡ്രോ നെറ്റോ, ബ്രൂണോ ഫെർണാണ്ടസ്, റൊണാൾഡോ, വിറ്റീഞ്ഞ, ജാവോ നെവസ്, ട്രിങ്കാവോ, അപ്പോൾ അങ്ങനെ ഈ പ്ലെയേഴ്സിനെയൊക്കെ ശ്രദ്ധിച്ചാൽ, ഡിയേഗോ ഡാലോ, ക്യാൻസലോ, ഇങ്ങനത്തെ കളിക്കാരെയൊക്കെ ശ്രദ്ധിച്ചാൽ ഈ ഒരു കളിക്കാരെയൊക്കെ വെച്ചുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പ്യുവർ കൗണ്ടർ അറ്റാക്കിംഗ്, വളരെ അപകടകാരിയായ ഒരു കൗണ്ടർ അറ്റാക്കിംഗ് ടീം അല്ലെങ്കിൽ ട്രാൻസിഷനിൽ വളരെ അപകടകാരിയായ ഒരു ടീമിനെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. പക്ഷേ ഈ ഒരു ഫെഡറേഷൻ ചൂസ് ചെയ്ത മാനേജർ റോബർട്ടോ മാർട്ടിനസ് എന്ന് പറയുന്ന മാനേജറിൻ്റെ ഫിലോസഫി അതല്ല. കൗണ്ടർ അറ്റാക്കിംഗ് ഫുട്ബോൾ അല്ല. പുള്ളിയുടെ ഫുട്ബോൾ എന്ന് പറയുന്നത് കുറേ കൂടെ പൊസഷൻ ബേസ്ഡ് ഫുട്ബോൾ, മാക്സിമം ബോൾ സർക്കുലേറ്റ് ചെയ്ത് കളിക്കുക, സൈഡ് വൈസ് പാസിങ്, ബാക്ക്വേർഡ് പാസിങ്, അങ്ങനെ ബോൾ പൊസഷൻ കൂടുതൽ കീപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡിഫെൻഡിങ് രീതി. അതുമാത്രമല്ല, അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഈ ലൈൻസ്, ഡിഫൻസ്, മിഡ്ഫീൽഡ്, അറ്റാക്കിംഗ് ലൈൻസിൻ്റെ ഒക്കെ ഇടയിൽ സ്പേസസ് കണ്ടെത്തി അവിടെ ആ സ്പേസസിൽ കളിക്കാർ, ടെക്നിക്കലി സ്കിൽഫുൾ ആയിട്ടുള്ള കളിക്കാരെ യൂസ് ചെയ്തുകൊണ്ട് അവിടെ പൊസിഷൻ കീപ്പ് ചെയ്യാൻ പറ്റുക. ഇൻ ബിഹൈൻഡ് റൺസ്, ഡിഫൻസിന് അഗൈൻസ്റ്റ് ഇൻ ബിഹൈൻഡ് റൺസ് അല്ലെങ്കിൽ പ്ലെയേഴ്സിൻ്റെ മൂവ്മെൻറ്റ് കാരണം സ്പേസസ് കണ്ടെത്തുക, അതുവഴി ബോൾ ഫീഡ് ചെയ്ത് അങ്ങനെ അറ്റാക്ക് ചെയ്യാനൊക്കെ ശ്രമിക്കുകയാണ് ഈ ഒരു റോബർട്ടോ മാർട്ടിനസിൻ്റെ സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇത് വർക്കായത് ആകപ്പാടെ ടെക്നിക്കലി വളരെ മോശമായ ഉസ്ബെക്കിസ്ഥാനെതിരെ മാത്രമാണ്. നമ്മൾ ഈ ഒരു സ്പെയിൻ്റെ ടീമിനെ തന്നെ ശ്രദ്ധിച്ചു. അവരും പൊസഷൻ കൂടുതൽ വെച്ച് കളിക്കാൻ ആഗ്രഹിക്കുന്ന ടീം തന്നെയാണ്. പക്ഷേ ഇന്നത്തെ മത്സരത്തിൽ തന്നെ പോർച്ചുഗൽ സെക്കൻഡ് ഹാഫിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ പൊസഷൻ കൂടുതൽ വെക്കുന്ന കുറച്ച് മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട് മത്സരത്തിൽ. ആ സമയങ്ങളിലൊക്കെ സ്പെയിൻ എന്താ ചെയ്തത്? സ്പെയിൻ ആ സമയത്ത് ബോൾ വിൻ ചെയ്യാനും ട്രാൻസിഷനിൽ അല്ലെങ്കിൽ കൗണ്ടറിൽ അറ്റാക്ക് ചെയ്യാനും ശ്രമിക്കുന്നു. അവർ ചാൻസസ് അങ്ങനെയും ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു റോബർട്ടോ മാർട്ടിനസിന്റെ മോഡൽ എന്ന് പറയുന്നത് വൺ ഡയമെൻഷണൽ, ഒരേ ഒരു രീതിയിലുള്ള ഫുട്ബോൾ, പൊസഷൻ വെച്ചുകൊണ്ടുള്ള മാത്രമുള്ള ഫുട്ബോൾ, അതും കൗണ്ടർ അറ്റാക്കിങ്ങിൽ ഈ ഒരു പേസും ടെക്നിക്കൽ എബിലിറ്റിയും സ്കില്ലൊക്കെ വെച്ചുകൊണ്ട് ശരിക്കും അവരുടെ ആ ഒരു മിഡ്ഫീൽഡിൻ്റെയും അറ്റാക്കിൻ്റെ ആ ഒരു സ്കില്ലൊക്കെ വെച്ചുകൊണ്ട് പ്യുവർ കൗണ്ടർ അറ്റാക്കിംഗ് ടീമിനെ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ടീമിനെ കൊണ്ട് കൗണ്ടർ അറ്റാക്കിംഗ് എന്താണെന്ന് അറിയത്തില്ല, അത് പകച്ചു നിൽക്കുന്ന കുറച്ച് യുവാക്കളുടെ കൂട്ടമാക്കി മാറ്റി. ഇതിൻ്റെയൊക്കെ മുഴുവൻ ഉത്തരവാദിത്വം റോബർട്ടോ മാർട്ടിനസിനാണ്. നമ്മൾ ഒരിക്കലും വൺ ഡയമെൻഷണൽ ആകാൻ പാടില്ല. പെപ്പ് ഗ്വാർഡിയോള വരെ, പുള്ളി ടിക്കി ടാക്കാടെയൊക്കെ വലിയ ഫാനാണല്ലോ പെപ്പ് ഗ്വാർഡിയോള. പുള്ളിയുടെ ഫുട്ബോളിൽ നിന്ന് പുള്ളി പഠിച്ചിട്ട് പുള്ളി ശരിക്കും ഓഫ് ദ ബോൾ, ഓൺ ദ ബോൾ എങ്ങനെ വ്യക്തമായി കളിക്കണം, എങ്ങനെ ഓഫ് ദ ബോൾ നമ്മൾ അറ്റാക്കിൽ മാരകമായി മാറണം, കൗണ്ടർ അറ്റാക്ക്, ട്രാൻസിഷൻ, ഇതൊക്കെ എങ്ങനെ പുള്ളിയുടെ ഫിലോസഫി അല്ലെങ്കിൽ പുള്ളിയുടെ ഐഡിയാസിലോട്ട് കൊണ്ടുവരാം എന്ന് പുള്ളി കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ആ ഒരു മാറ്റം അല്ലെങ്കിൽ വേഴ്സറ്റാലിറ്റി അതിന് തയ്യാറല്ല റോബർട്ടോ മാർട്ടിനസ്. അവിടാണ് പോർച്ചുഗൽ ടീം അല്ലെങ്കിൽ പോർച്ചുഗലിൻ്റെ ഫുട്ബോൾ ഫെഡറേഷനൊക്കെ തോറ്റത്, അല്ലെങ്കിൽ പോർച്ചുഗൽ ടീം, ക്രിസ്ത്യാനോ റൊണാൾഡോ ഒക്കെ പെട്ടുപോയത് അവിടെ ആണ്. ഇന്നത്തെ മത്സരത്തിലും പോർച്ചുഗലിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് സ്പെയിനിനെ മാക്സിമം ഡിഫെൻഡ് ചെയ്യുക, അവർ ക്രിയേറ്റ് ചെയ്യുന്ന ചാൻസസിനെ എങ്ങനെ ഡിഫെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ മാക്സിമം പ്ലെയേഴ്സിനെ, അവരുടെ അറ്റാക്കിംഗ് പ്ലെയേഴ്സിനെ, വിങ്ങേഴ്സിനെയൊക്കെ ഡ്രോപ്പ് ചെയ്യുക. മിഡ്ഫീൽഡേഴ്സ്, ബ്രൂണോ ഫെർണാണ്ടസ് വരെ വന്ന് ലെഫ്റ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മാക്സിമം പ്ലെയേഴ്സിനെ, അറ്റാക്കിംഗ് പ്ലെയേഴ്സിനെ എല്ലാവരെയും വിളിച്ച് ഡിഫെൻഡ് ചെയ്യുക, കുറ്റിയടിച്ച് ഡിഫെൻഡ് ചെയ്യുക, ഡിഫെൻഡ് ചെയ്ത് ഈ ഒരു സ്പെയിൻ ടീമിനെ മാക്സിമം വെറുപ്പിച്ച് എക്സ്ട്രാ ടൈമിലേക്ക്, അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പെനാൽറ്റിയിലേക്കൊക്കെ പോവുക, അല്ലെങ്കിൽ ഈ ഒരു വെറുപ്പീരിൻ്റെ ഇടയ്ക്ക് എങ്ങനെയും വീണ് കിട്ടുന്ന ഒരു ചാൻസ് അത് മുതലെടുത്ത് പോയി സ്കോർ ചെയ്യുക. ഇതായിരുന്നു പോർച്ചുഗലിൻ്റെ ഒരു ഉദ്ദേശം. അത് ആ ഒരു 90ാമത്തെ മിനിറ്റ് വരെയും അത് ഭംഗിയായി മുന്നോട്ട് പൊക്കോണ്ടിരുന്നു. നല്ല രീതിയിൽ പോർച്ചുഗൽ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരുന്നു. സ്പെയിൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സ്പെയിൻ ഒന്നിന് പുറകെ ഒന്നായിട്ട് ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. അവരുടെ ചാൻസ് ക്രിയേഷൻ അല്ലെങ്കിൽ അവർ ക്രിയേറ്റ് ചെയ്ത ചാൻസിനെയൊക്കെ ഇവർ ഡിഫെൻഡ് ചെയ്തെങ്കിലും അവർ പിന്മാറിയില്ല. അവർ ഒന്നിന് പുറകെ ലൈൻ ബ്രേക്കിംഗ് പാസുകളൊക്കെ ഇട്ടുകൊണ്ടിരുന്നു. അങ്ങനെയാണ് ആ ഒരു 91ാമത്തെ മിനിറ്റിൽ. ഇതിനൊക്കെ ഒരു പരിധിയില്ലേ?
ഈ ഒരു പ്രഷറൊക്കെ താങ്ങുന്നതിന് ഒരു പരിധിയുണ്ട് ഡിഫെൻഡ് ചെയ്യുന്നതിന്. അപ്പോൾ അവർ ആ ഒരു പോർച്ചുഗൽ ഡിഫൻസിൻ്റെ ഇടയിലുള്ള ആ ഒരു വിള്ളൽ, ആ ഒരു ഫെറാൻ ടോറസിന് കണ്ടെത്താൻ പറ്റിയ ആ ഒരു മാജിക്കൽ പാസ് പുള്ളി കൊടുക്കുന്നു. മിക്കൽ മെറേനോ സ്കോർ ചെയ്യുന്നു. പോർച്ചുഗൽ ആരാധകർ റൊണാൾഡോ ഫാൻസിൻ്റെ ഹൃദയം തകർന്നു പോകുന്നു. നമ്മളെപ്പോലുള്ള റൊണാൾഡോ ഫാൻസൊക്കെ അവിടെ തകർന്നു പോയി. അവിടെ നിന്ന് പിന്നൊരു തിരിച്ചുവരവില്ല. കാരണം പോർച്ചുഗൽ ടീമിന് ഈ ഒരു സ്പെയിൻ ടീമിനെതിരെ എങ്ങനെ അറ്റാക്ക് ചെയ്യണമെന്ന് അറിയത്തില്ല. സെക്കൻഡ് ഹാഫിൽ കറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ കോച്ച് നടത്തുന്നുണ്ട്. റാഫേൽ ലിയാവോ, കോൺസിസാവോ, ബെർണാഡോ സിൽവ ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ആകപ്പാടെ റാഫേൽ ലിയാവോ ഒരു ഡ്രിബിൾ പാസോ അല്ലെങ്കിൽ ഒരു ടേക്ക് ഓൺ എന്തോ നടത്തുന്നുണ്ട് സെക്കൻഡ് ഹാഫിൽ പോർച്ചുഗൽ ടീമിന് 0. ഫുൾ മാച്ചിൽ 2 ഷോട്ട് ഓൺ ടാർഗറ്റ് ആവുള്ളത്. സെക്കൻഡ് ഹാഫിൽ 0 ഷോട്ട് ഓൺ ടാർഗറ്റ്. ഈ ടീം എങ്ങനെ മത്സരം ജയിക്കും, എങ്ങനെ ഫൈനൽ കപ്പ് ഉയർത്തും എന്നാണ് പറയുന്നത്. ഇത്തരം ഫിലോസഫിയുമായിട്ട്, ഇത്തരം പ്ലെയേഴ്സിനെ വെച്ചുകൊണ്ട്, ഇത്തരം നെഗറ്റീവ് ഫുട്ബോൾ കളിക്കുന്ന കോച്ചിനെ വെച്ചുകൊണ്ട് എങ്ങനെ? അപ്പോൾ പോർച്ചുഗൽ ചാൻസ് ക്രിയേറ്റ് ചെയ്ത് നോക്കിയാലും, അവരുടെ ഷോട്ട് ഓൺ ടാർഗറ്റ് നോക്കിയാലും, അതുപോലെ തന്നെ നിങ്ങൾ നോക്കിയോ, അവരുടെ ഗോൾ കീപ്പറാണ് അവരുടെ ടീമിൻ്റെ ഏറ്റവും ഇന്നത്തെ ബെസ്റ്റ് പ്ലെയർ. പുള്ളിയുടെ സേവുകൾ, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നെഗറ്റീവ് ഫുട്ബോൾ തന്നെയാണ് ഈ ഒരു പോർച്ചുഗൽ കളിച്ചത്. ആകെപ്പാടെയുള്ള ഒരു വിഷമം എന്ന് പറയുന്നത് ഇന്നത്തെ മത്സരത്തിലും ആ മനുഷ്യൻ റൊണാൾഡോ കരഞ്ഞുകൊണ്ട് പോകുമ്പോഴത്തേനും കുറച്ച് എതിരാളികൾ എന്ന് പറയപ്പെടുന്ന വളരെ ചുരുക്കം കുറച്ച് ആൾക്കാർ യാതൊരു മനസാക്ഷിയും ഇല്ലാതെ റൊണാൾഡോയെ ട്രോളുന്നുണ്ട്. ഇതൊരു പ്രത്യേക ഫാൻ ബേസ് ആണ്, അല്ലെങ്കിൽ മെസ്സിയുടെ ഫാൻസ് ആണ് എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. എല്ലാ ഫാൻ ബേസിലും ഉണ്ട് ചെറിയ ക്രിമികടി കൂടിയ ഐറ്റംസ്. അവന്മാർ കാണിക്കുന്ന വികൃതികൾ. എന്നാലും ഇതൊക്കെ ചെയ്യാൻ തോന്നുന്നല്ലോ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ള വലിയൊരു അധ്യായം ഇന്ന് അവസാനിക്കുന്നുണ്ട്. നമുക്കിനിയും റൊണാൾഡോ ഉള്ള പോർച്ചുഗലിനെ നമുക്കിനിയും കാണാൻ പറ്റത്തില്ല. ആ മനുഷ്യൻ വേൾഡ് കപ്പ് അടിക്കുക എന്നുള്ളത് വലിയൊരു സ്വപ്നമായിരുന്നു ഓരോ ഫുട്ബോൾ ആരാധകനും. അതുകൊണ്ട് തന്നെയാണ് ഈ പോർച്ചുഗൽ ഫുട്ബോൾ ഫാൻസ് എന്ന് പറയുന്നത് ആരാണ്? റൊണാൾഡോ ഫുട്ബോൾ ഫാൻസ് ആണ് പോർച്ചുഗൽ ഫുട്ബോൾ ഫാൻസ്. റൊണാൾഡോ ആ ഒരു പോർച്ചുഗൽ ടീമിൽ നിന്ന് പോയി കഴിയുമ്പോൾ അവിടെ എന്ത് ഫാൻസ് എന്ന് എനിക്കറിയത്തില്ല. ഇനി മുന്നോട്ടുള്ള വേൾഡ് കപ്പിലൊക്കെ പോർച്ചുഗൽ ആരാധകർ എന്ന് പറയാനുള്ള ഉണ്ടാകുമോ? അങ്ങനെ നല്ലൊരു ഗോൾഡൻ ജനറേഷനെ വീണ്ടും റോബർട്ടോ മാർട്ടിനസ് വളരെ വിജയകരമായി തകർത്ത് തരിപ്പണം ആക്കിയിരിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഭിന്നം കമൻസ് ആയിട്ട് ഇടുക. റൊണാൾഡോ ഇതുവരെയായിട്ടും റിട്ടയർമെൻ്റ് ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല. ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുമ്പം വരെയും പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ ശരി.